ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്റെ പൊന്നുമോൾ ഒരു മൂലയിൽ തളർന്ന് ചാരിയിരിക്കുന്നു. വിശപ്പിന്റെ കാഠിന്യം ആ മുഖത്ത് കാണാം. പേരമക്കൾ അസഹ്യമായ വിശപ്പിനാൽ തളർന്നുറങ്ങുകയാണ്. ആ നയനങ്ങൾ പരസ്പരം ദീനമായി നോക്കി. സങ്കടത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും ഇറങ്ങിത്തിരിച്ചു. ഒന്നും കൊടുക്കാനില്ലായിരുന്നു ഉപ്പാന്റെ കൈവശം. ഉപ്പാനോടൊന്നും ചോദിച്ചതുമില്ല പൊന്നുമോൾ. കുടുംബത്തിനൊരു നേരത്തെ വിശപ്പടക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നമ്മുടെ വീട്ടിൽ വിൽക്കാൻ പറ്റിയ വല്ല ഉപകരണവുമുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ലഭിച്ച ഒരു പുതപ്പുണ്ട്, അത് ഉപയോഗിക്കാത്തതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ അതിങ്ങ് തരൂ, ഞാൻ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കട്ടെ. നമുക്കൊരു നേരത്തെ ആഹാരത്തിന് വല്ലതും കിട്ടിയാൽ അത് വിൽക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹു പുതപ്പെടുത്ത് അലിയാർ തങ്ങൾക്ക് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പുതപ്പ് വിൽക്കാനായി നടന്നു. വഴിയിൽ വെച്ച് ഒരാളെ കണ്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പുതപ്പ് വിൽക്കാനുള്ളതാണ്, താങ്കൾക്ക് ആവശ്യമുണ്ടോ? അയാൾ പുതപ്പ് വാങ്ങി നോക്കി. 6 ദിർഹം തരാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മതി. അങ്ങനെ 6 ദിർഹമിന് പുതപ്പ് വിറ്റു. അലി റളിയല്ലാഹു അൻഹു കുടുംബനാഥന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. പ്രവാചകപുത്രിക്കും മക്കൾക്കും ഒരു നേരം വിശപ്പടക്കാനുള്ള വഴിയായല്ലോ, അൽഹംദുലില്ലാഹ്. അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു, പ്രസന്നമായ മുഖത്തോ. അപ്പോൾ അതാ ഒരു യാചകൻ, ഒരു പാവപ്പെട്ട സഹോദരൻ. അയാൾ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു, സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവനാണ്, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തരണം. തിരുസവിധത്തിൽ നിന്നും 1000 മാതൃക പഠിച്ച അലി റളിയല്ലാഹു അൻഹു തന്റെ മുന്നിലെ ഒരു യാചകൻ വിശപ്പടക്കാൻ കേയുന്നത് കണ്ടപ്പോൾ പട്ടിണിയാൽ തളർന്നുറങ്ങുന്ന മക്കളെ മറന്നു, മൂലയിൽ തളർന്നിരിക്കുന്ന പ്രിയ പത്നിയെ മറന്നു. കയ്യിലുണ്ടായിരുന്നത് 6 ദിർഹം. 6 ദിർഹവും ആ യാചകന് നൽകി. തൗഫീക്ക് തന്ന അല്ലാഹുവിനെ സ്തുതിച്ചു. ഇപ്പോൾ പുതപ്പുമില്ല, ദിർഹവുമില്ല. ശൂന്യമായ കൈകളോടെ മഹാനവർകൾ തിരിച്ചു നടന്നു. കുറച്ചകലെ എത്തിയപ്പോൾ ഒരാൾ ഒരു കുതിരയെയും കൊണ്ട് നടന്നു വരുന്നു. അയാൾ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു, ഈ കുതിരയെ വിൽക്കാനുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല. അയാൾ, അതിന് വിഷമിക്കേണ്ട, എനിക്കിതിന് 100 ദിർഹം വേണം, ഇതിനെ വിറ്റിട്ട് തന്നാൽ മതി. അലി റളിയല്ലാഹു അൻഹു കുതിരയെ 100 ദിർഹമിന് വാങ്ങി. കുതിരയെയും കൊണ്ട് നടന്നു. കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ അയാൾ ചോദിച്ചു, കുതിരയെ വിൽക്കാനാണോ? എന്ത് വേണം, എന്ത് തരും? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഞാനൊരു 160 ദിർഹം തരാം. അലി റളിയല്ലാഹു അൻഹു അത് സമ്മതിച്ചു. കുതിരയെ 160 ദിർഹമിന് വിറ്റു. കുതിരയെ തനിക്ക് തന്ന ആൾക്ക് 100 ദിർഹം വേഗം തിരിച്ചു കൊടുത്തു. ഇനി 60 ദിർഹമുണ്ട്. 6 ദിർഹം തന്റെ നിർണായക ഘട്ടത്തിൽ താൻ ദാനം ചെയ്തതിന് അതിന്റെ 10 ഇരട്ടി 60 ദിർഹം അല്ലാഹു ഉടനെ തന്നെ നൽകി. ആദ്യം യാചകനായി വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമും പിന്നീട് കുതിരയെ മേടിക്കാൻ വന്നത് മീകായിൽ അലൈഹിസ്സലാമും ആയിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം.